മലയാളത്തിലെ എല്ലാ നടന്മാരും ഉഗ്രൻ നടന്മാരാണ്. എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ എത്രമാത്രം മലയാള സിനിമയും മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അപ്പോഴാണ്. എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. അദ്ദേഹം ഒരു ഉഗ്രൻ ആക്ടറാണ്. അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ പേര്, അദ്ദേഹത്തിന്റെ പേര് ഊണു എന്നാണ്. എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഊണു. ഇന്ന് പ്രമോഷന്റെ ഭാഗമായി മോഹൻലാൽ ഫോറം മാളിലും എത്തിയിരുന്നു. ഗംഭീര വരവേൽപ്പാണ് മോഹൻലാലിന് കിട്ടിയത്. ഇതൊക്കെ ലൈവിലൂടെ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തു. കണ്ടു നിന്നവർക്ക് അത്ഭുതങ്ങളാണ്. കൂടാതെ പല കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു മോഹൻലാൽ. ഇന്ന് രാവിലെ മുതൽ ബുക്ക് മൈ ഷോ, ടിക്കറ്റ് ന്യൂ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ 10 മണി മുതൽ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഗംഭീരമായ റെസ്പോൺസാണ് ചിത്രത്തിന് ബുക്കിംഗിൽ നേടാനായിരിക്കുന്നതും. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആദ്യ മണിക്കൂറുകൾ തന്നെ ഏതാണ്ട് 22 ലക്ഷം മറികടന്നു ബുക്കിംഗിൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊരു ഗംഭീര റെസ്പോൺസ് തന്നെയാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളുമായി തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ. കഴിഞ്ഞ ദിവസം കൊച്ചിയിലായിരുന്നു പ്രമോഷൻ പരിപാടികളൊക്കെ അരങ്ങേറിയത്. വിവിധ പരിപാടികൾ നടക്കുകയുണ്ടായി. അതിൽ തന്നെ മനോരമ ഓൺലൈനും ജെയിൻ യൂണിവേഴ്സിറ്റിയും ചേർന്ന് മനോരമ നല്ല പാഠത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ബറോസും 1000 കുട്ടികളും ചിത്രരചന മത്സര വിജയിക്കുള്ള സമ്മാന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ എത്തിയത്. ഇവിടെ നിന്നാണ് ഒരു കൗതുകകരമായ ചോദ്യം കുട്ടികളിൽ നിന്നും മോഹൻലാലിലേക്ക് എത്തിയതും. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന കാര്യം അറിഞ്ഞപ്പോൾ അമ്മയുടെ പ്രതികരണത്തെ പറ്റിയാണ് കുട്ടികളുടെ ചോദ്യം എത്തിയത്. അമ്മയ്ക്ക് സുഖമില്ല, തിയേറ്ററിൽ കൊണ്ടുപോയി 3D കണ്ണട വെച്ച് ഈ ചിത്രം കാണിക്കാൻ പറ്റില്ലെന്ന സങ്കടമുണ്ട്. അമ്മയെ ബറോസിലെ പാട്ടുകളൊക്കെ കേൾപ്പിച്ചു. ചിത്രം പെൻഡ്രൈവിലാക്കി കൊണ്ടുപോയിട്ടായാലും കാണിക്കും, ഉറപ്പ്. ഇതായിരുന്നു മോഹൻലാലിന്റെ മറുപടി. മോഹൻലാലിന്റെ പ്രതികരണം ഇങ്ങനെ എത്തിയപ്പോൾ ആരാധകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന പ്രേക്ഷകരടക്കം എല്ലാവരും കൗതുകത്തോടെ ഇത് കേൾക്കുകയും ചെയ്തു. 47 വർഷം തികയുന്ന തന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ സംവിധാന സംരംഭം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയാകണമെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. ബറോസിന്റെ വിശേഷങ്ങളും മോഹൻലാൽ പങ്കുവെക്കുകയുണ്ടായി. ബറോസ് ട്രഷർ ഹണ്ട് മത്സരവും അരങ്ങേറി. ഒളിപ്പിച്ചു വെച്ച താക്കോൽ കണ്ടെത്തി ബറോസ് നിധിപ്പെട്ടി തുറന്ന് സമ്മാനം നേടലായിരുന്നു മത്സരം. കഴിഞ്ഞ ദിവസം തന്നെ ബറോസ് എന്ന ചിത്രത്തിന്റെ പുത്തൻ ഗാനം റിലീസ് ചെയ്യുകയുമുണ്ടായി. മനമ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. സംവിധായകൻ BA ശ്രീകുമാറിന്റെ മകൾ ലക്ഷ്മിയാണ് ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത്. മോഹൻലാലും അനാമികയും ചേർന്ന് ആലപിച്ച ഗാനത്തിന് സംഗീതമൊരുക്കിയത് ലിഡിയൻ നാദസ്വരമാണ്. ഇന്നു മുതലാണ് ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാ തിയേറ്ററുകാരും എന്നതുകൂടി എടുത്തു പറയണം. അപ്പോൾ തിയേറ്ററുകാർ ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ എന്താണ് പ്രതികരണം എന്നതല്ലേ അതാണ് വിചിത്രമാകുന്നത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയും ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യണമല്ലോ. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം സിനിമയുമായി ബന്ധപ്പെട്ട് തൃശൂർ രാഗം തിയേറ്ററിലെ ഒരു പോസ്റ്റിന് താഴെ വന്ന റിയാക്ഷൻസ് ശ്രദ്ധ നേടുന്നത്. ബറോസിന്റെ ടിക്കറ്റ് ബുക്കിംഗ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റായിരുന്നു അത്. 6 മണിക്കൂറിനിടെ 500-ലധികം ആളുകളാണ് പോസ്റ്റിൽ പ്രതികരിക്കുന്നത്. അതിൽ 100-ൽ പരം ആളുകൾ ആഹാഹാ എന്നുള്ള റിയാക്ഷനുമായി എത്തിയിരിക്കുകയാണ്. പണ്ടത്തെ പോലത്തെ തന്നെ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം പണ്ടും വലിയ ഹൈപ്പുള്ള ചിത്രങ്ങൾ വരുമ്പോൾ നമ്മൾ വാർത്തകളായി പറയാറുണ്ട്. ഇങ്ങനെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഡീഗ്രേഡിങ്ങിന്റെ മറ്റൊരു വെർഷൻ. കൊറിയൻ അക്കൗണ്ടിൽ നിന്നാണ് ഈ ആഹാഹാ ഉള്ള റിയാക്ഷനുകൾ എത്തിയിരിക്കുന്നത്. റിയാക്ഷനുമായി എത്തിയിരിക്കുന്നവർ ഇങ്ങനെയുള്ളവരാണെന്ന് കണ്ടപ്പോൾ അതും ശ്രദ്ധ നേടിയിട്ടുണ്ട്. രാഗം തൃശ്ശൂരിന് കൊറിയൻ ഫാൻസ് കുറെ ഉണ്ടല്ലോ എന്നാണ് ഇതിന് താഴെയുള്ള ഉപഭോക്താക്കളുടെ കമന്റ്. ഉളുപ്പില്ലാത്ത ആരോ ചൈനയിൽ നിന്നും ആളെ ഇറക്കിയിട്ടുണ്ടല്ലോ, ചൈനക്കാര് എത്തിയിട്ടുണ്ട്, പോസിറ്റീവ് ആണേൽ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ. അതേസമയം മോഹൻലാൽ ആദ്യമായി സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ബറോസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഗംഭീര റെസ്പോൺസ് നേടുന്നുമുണ്ട്. ചിത്രത്തിന്റേതായി ഇതിനോടകം പുറത്തിറങ്ങിയ അപ്ഡേറ്റുകൾക്കെല്ലാം വലിയ തോതിൽ പ്രേക്ഷക സ്വീകാര്യത സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്.